മലപ്പുറം ചങ്ങരംകുളത്ത് യുവാവിനെ റോഡരികിൽ മർദ്ദനമേറ്റ നിലയിൽ കണ്ടെത്തി. കൊഴിക്കര സ്വദേശി യൂസഫിനെയാണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് എത്തി യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സമീർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ആരാണ് മർദ്ദിച്ചത്? പോലീസിന് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളുണ്ടോ? ഈ മർദ്ദനമേറ്റയാളുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങളും സമീർ. റിജിത്ത്, ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ചങ്ങരംകുളം കോഴിക്കരയിൽ യൂസഫ് എന്ന് പറയുന്ന യുവാവിനെ റോഡരികിൽ മർദ്ദനമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന നിലയിൽ നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് ചങ്ങരംകുളം പോലീസ് എത്തി. പോലീസാണ് ഈ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. പിന്നീട് ആദ്യം ചങ്ങരംകുളത്തെ ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ്. നിലവിൽ യുവാവിൻ്റെ തലക്കും മുഖത്തുമാണ് കാര്യമായ പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭ്യമായിരിക്കുന്ന വിവരം. എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതാനും ചില യുവാക്കൾ ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ മർദ്ദനമേറ്റ യൂസഫ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ പോലീസിന് വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്താൻ ഇന്നലെ സാധിച്ചിട്ടില്ല. കാരണം യുവാവിൻ്റെ ആരോഗ്യനിലയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതായാലും രക്തവാർന്ന നിലയിലായിരുന്നു യുവാവ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംഭവവുമായി ബന്ധപ്പെട്ട് ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സമീർ, എന്തെങ്കിലും സൂചന ഈ പ്രതികളെ കുറിച്ച് പോലീസിന് ഈ ഘട്ടത്തിലുണ്ടോ സമീർ? റിജിത്ത്, ഈ യുവാക്കൾ മർദ്ദിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഒരു ഗുരുതരമായ ഒരു പരിക്ക് യുവാവിന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്രൂരമായ മർദ്ദനവുമാണ് യുവാവിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ മറ്റെന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടോ ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. കാരണം അത്രയധികം മർദ്ദനമേറ്റ് രക്തം വാർന്ന നിലയിൽ യുവാവിനെ റോഡരികിൽ കാണുകയായിരുന്നു. എന്നാൽ യുവാവിന്റെ ആരോഗ്യനില കണക്കിലെടുത്ത് പോലീസിന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനോ അല്ലെങ്കിൽ വളരെ വിശദമായ മൊഴി രേഖപ്പെടുത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രാഥമികമായി പോലീസ് സംഭവ സ്ഥലമെല്ലാം തന്നെ പരിശോധന നടത്തി നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വിശദമായ അന്വേഷണം നടത്താൻ തന്നെയാണ് ഈ ചങ്ങരംകുളം പോലീസിന്റെ തീരുമാനം. റിജിത്ത്, ശരി. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. കൊഴിക്കര സ്വദേശി യൂസഫിനെയാണ് ക്രൂരമായി മർദ്ദനമേറ്റ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില കണക്കിലെടുത്ത് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്.